ഹലോ സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ ഒരാൾ വൈറലാകണമെങ്കിൽ എന്തെങ്കിലും ഒരു മോശത്തരം ചെയ്താൽ മതി. അങ്ങാടിയിലൂടെ തുണിയും കഴിച്ചിട്ട് നടക്കുകയാണെങ്കിൽ വൈറലാകുമല്ലോ. ആൾക്കാരുടെ ഇടയിൽ എന്താണ്, അവനെ ഫോട്ടോ എടുക്കലും പെട്ടെന്ന് അറിയപ്പെടും. എന്നതുപോലെ മോശങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവരാണ് ഇവർ. നന്മ കൊണ്ട് അറിയപ്പെടണം. ഇതിനാണ് മനുഷ്യൻ പ്രയത്നിക്കേണ്ടത്. ഇപ്പോൾ ഒരു സക്കാഫിയുടെ കല്യാണം പ്രമാണിച്ച് ആ വരനും വധുവും ഇപ്പം വൈറലായിരിക്കുക. ഇതെന്തുകൊണ്ടാണ്? ഈ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ധിക്കരിച്ചു കൊണ്ട്, എന്ന് വെച്ചാൽ ഇസ്ലാമിക വേഷം അണിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്. ഇതൊക്കെ ഈ മതത്തിനോട് ചെയ്യുന്ന ഈ ഏറ്റവും മോശപ്പെട്ട ഒരു പരിപാടിയല്ല എന്ന് ഇവർ അറിയണ്ടേ? ഇതൊക്കെ വിചാരണ ചെയ്യപ്പെടും. നമ്മൾ പഠിപ്പിക്കുന്ന എന്താ? റസൂലുള്ളാഹി പഠിപ്പിച്ചെന്താണ്? നമ്മളെ നാവ് സൂക്ഷിക്കണം. നാവിലൂടെ വരുന്ന ദുശ്ചെയ്തികൾ, മോശപ്പെട്ട വർത്തമാനങ്ങൾ അവൻ്റെ ഖബറിലെ ഒരു വിരൂപി രൂപത്തിലാക്കപ്പെടുന്നു. അപ്പോൾ ഇത് കേൾക്കലും പറയലും ഒക്കെ വിഡ്ഢിത്തരമാണെന്ന് മനസ്സിലാക്കുന്ന ആ സദസ്സിൽ ഒരാളും ഉണ്ടായില്ല. ഇത് പാടല്ലടാ പറയലടാ പറഞ്ഞാൽ അവരെ അടിച്ചാട്ടി വിടണ്ടേ? നമ്മൾ ഈ മുസ്ലിം സമൂഹം എടുക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മൾ പിടിച്ചു വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം പടം മനക്കെട്ട് കൊണ്ടിരിക്കുക. നമ്മളെ ഭാഗത്തുപ്പെട്ടവർ തന്നെ യുക്തിവാദികളെന്ന് പറയുന്നവർ, ഇവരൊക്കെ ഇവിടെയുള്ള ആളുകളുടെ ദൃഷ്ടിയിൽ ഇവരൊക്കെ മുസ്ലിമീങ്ങളാണ്. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞെങ്കിലും ഇവരൊക്കെ മുസ്ലിമീങ്ങളായിട്ടാണ് ഇവിടെ അഭിനയിക്കുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യണമെന്നറിയോ? ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ സദസ്സിൽ ഇങ്ങനത്തെ പോരായ്മകൾ കാണുമ്പോൾ, ഇതിനാണ് മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞത്. ഒരു മഹല്ലിൽ തോന്നിയാസം കിട്ടുകയാണെങ്കിൽ ആ മഹല്ലാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ മഹല്ല് സംവിധാനം തന്നെ വേണ്ട എന്നുള്ള അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് നേതൃത്വം നൽകുന്നത് ഏതോ പാമരനല്ല, നല്ല അറിവുള്ള ആളുകൾ അഭിനയിക്കുന്ന ആളുകൾ. പക്ഷേ ഈ പാട്ട് പാടിയത് ഈ വിവാഹം ചെയ്യുന്ന സ്ത്രീയും പുരുഷനും ഇതിന് ഉത്തരവാദിയല്ല. പക്ഷേ ഇതിന് ഇങ്ങനെ പാട്ട് ബുർദ ചൊല്ലാൻ വേണ്ടി വിളിക്കുന്ന ആളുകൾ, ബുർദ എന്ന് അറിഞ്ഞിട്ടില്ല നിങ്ങൾ? ഈ ബുർദ അറിയണ നല്ലൊരു മഹത്വം ഒരു ഇതാണ്. ഇത് റസൂലുള്ളാഹിനെ നിന്ദിക്കലുണ്ട്. ബുർദ അറിയണത് ആഭാസമായിട്ട് പാടാനുള്ളതല്ല. ബുർദയും എന്നപോലെ തന്നെ മരിച്ച വീട്ടിലേക്കുള്ള ഖുർആൻ പാരായണങ്ങൾ, ഇതൊക്കെ നമ്മൾ യന്ത്രങ്ങളെ ഏൽപ്പിച്ചിട്ട് ജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന രൂപത്തിൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോൾ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ടത് കാര്യബോധമുള്ള ആ മഹല്ല് ഇതിനൊക്കെ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇത് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ അനാചാരങ്ങൾ നടക്കാൻ പാടില്ല. എന്ത് തോന്നിയാസങ്ങളാകട്ടെ. എന്നതുപോലെ രാത്രി നമ്മൾ സ്ത്രീകളൊക്കെ വെച്ചിട്ടുള്ള ഒപ്പന അതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിർത്തപ്പെടേണ്ടതാണ്. ഇത് നിർത്തണം എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ പാട്ട് പാടുന്നവർക്ക് ഇവിടെ അവകാശമുള്ളത്. ഇവർക്ക് ഇതിനെന്താ അർഹതയുള്ളത് പറയാൻ? അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ. കാരണം നമ്മൾ പാടുന്ന പാട്ട്, ആ വരിയുടെ അർത്ഥങ്ങളോ ഒക്കെ ചിന്തിച്ചാൽ ഏറ്റവും വഷളല്ലേ. അപ്പോൾ ഇതിന് ഇത്തരം ഷെറിൽ നിന്ന് അല്ലാഹ് നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞു.